കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Appu, why are you trying to explain them? Sophie, listen me. Give me 5 minutes. Let's sort out this problem. ദേ അമ്മേ, അപ്പുണ്ണിയുടെ പൃഥ്വിരാജ് ഇംഗ്ലീഷ് പറയണ പോലെ പറയണു. അതെ, നിങ്ങൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് കേട്ടോളൂ. ഇക്കഴിഞ്ഞ വിഷുവിന്റെ ബമ്പർ ലോട്ടറി അടിച്ചത് എനിക്കാ. അങ്ങനെ കിട്ടിയത് എനിക്ക് ഈ കാറും ഈ സൗഭാഗ്യങ്ങളോ അല്ല. ലോട്ടറി അടിച്ചപ്പോ ആ കൂടെ ഫ്രീ കിട്ടിയതാണ് ഈ പെണ്ണിനെയും. സില്ലി ബേബി. ബേബിയോ? എനിക്ക് സൗഭാഗ്യങ്ങൾ കൂടുതൽ വന്നപ്പം ഒരു സ്റ്റൈലിഷ് പെണ്ണിനെ കല്യാണം കഴിക്കണം തോന്നി. അങ്ങനെ ഞാൻ സ്വന്തമാക്കിയാണ് സോഫി. അപ്പൊ ഞാനോ? Who are you? കുമാരി. What കുമാരി? കന്യാകുമാരി? അതാ കുമാരിയച്ചി മറന്നു. എടാ, ഈ കണക്കിന് നീ നന്ദിനീനെ രമണീനെ മറന്നു കാണുമല്ലോ. അതാരാ? ഇവിടുത്തെ കിഡ്സ് ആണോ? ദൈവമേ. Appu, what's this? Just cut the crap and let's go. സോഫി, give me 2 minutes more. അതെ, ഞാനും എൻ്റെ സോഫി പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. അപ്പം ഞങ്ങളെ ആരും ശല്യം ചെയ്യാൻ വരണ്ട. ഞങ്ങൾ സ്വൈര്യമായിട്ടും ജീവിച്ചോട്ടെ. അപ്പൊ ഞാനും നമുക്ക് ജനിക്കാൻ പോണ കുട്ടിയോ? അതൊക്കെ നിന്റെ ഇഷ്ടപ്രകാരം എന്താ ചെയ്തോ. ഞങ്ങൾ എവിടെ പോവാ? എവിടെ പോവാൻ? ഞാൻ സോഫിയുടെ കൂടെ പോണേ. ടൂർ പോലല്ലോ, എല്ലാരും കൂട്ടിക്കൊണ്ടുപോവാൻ. എന്താ പുണ്യായിട്ട് ഞങ്ങളെയും കൂടെ കൊണ്ടുപോ? അതൊന്നും പറ്റില്ല. അതെ, ഞാനൊരു കാര്യം പറയാം. ഈ നിയമത്തിലെ സെക്ഷൻ 13B പ്രകാരം ഡിവോഴ്സ് എന്നൊരു കാര്യമുണ്ട്, അറിയോ? അത് PSC ടെസ്റ്റിന് പഠിക്കാനുള്ളത് മാത്രമല്ല, ആവശ്യം വന്നാൽ ജീവിതത്തിൽ പ്രാവർത്തിയാക്കണം. ആ വകുപ്പ് പ്രകാരം ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്തിരിക്കും. എന്നെ ഡിവോഴ്സ് ചെയ്യല്ലേ പുണ്യേട്ടാ? ആ ഡിവോഴ്സ് ചെയ്തു. പുണ്യേട്ടാ എന്നെ ഡിവോഴ്സ് ചെയ്യല്ലേ? എനിക്ക് എന്റെ സോഫിയുടെ കൂടെ ജീവിക്കണ്ടേ? എന്നെ ഡിവോഴ്സ് ചെയ്യല്ല പുണ്യേട്ടാ. പുണ്യേട്ടാ എന്നെ ഡിവോഴ്സ് ചെയ്യല്ലേ? എന്നെ ഡിവോഴ്സ് ചെയ്യല്ല പുണ്യേട്ടാ. എന്നെ ഡിവോഴ്സ് ചെയ്യല്ലേ? പുണ്യേട്ടാ എന്നെ ഡിവോഴ്സ് ചെയ്യല്ലേ? എന്നെ ഡിവോഴ്സ് ചെയ്യല്ലേ? എന്നെ ഡിവോഴ്സ് ചെയ്യല്ലേ? അവളെ ഞാൻ കൊല്ലും. അവളെ ഞാൻ കൊല്ലും. കുമാരി, എന്നെ ഡിവോഴ്സ് ചെയ്യല്ലേ? കുമാരി എന്നിട്ട് കുമാരി എന്നിട്ട് എന്തുണ്ടേ? ഓരോ സീരിയല് കണ്ടിട്ട് ഓരോ സ്വപ്നങ്ങൾ കാണാനല്ല നീ? സീരിയലാണ് സ്വപ്നം കണ്ടാ? സ്വപ്നം കണ്ടു. അപ്പൊ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങുന്നതിന് മുമ്പ് ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിച്ച് കിടക്കണമെന്ന്? അതുകൊണ്ടല്ലേ? എന്തിനാ അറിയണ? എന്താ കണ്ടേ? ഒന്നും കണ്ടില്ല. പിന്നെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ഇനിയിപ്പൊ കണ്ടതൊക്കെ പറയണോ? പറയല്ലേ, പറഞ്ഞാലല്ലേ ഞാൻ അറിയുള്ളൂ. വേണ്ട, ആ പുണ്ണിയുടെ കിടന്നുറങ്ങ്. നീ കിടക്കണ്ട, ഞാൻ കിടക്കൂല. നീ കിടന്നോ. എനിക്കിനി കിടന്നാലും ഉറക്കം വരൂല. ഈ ഉറക്കം വരാതിരിക്കാൻ മാത്രം എന്ത് സ്വപ്നം നീ കണ്ടേ? പുണ്ണിയുടെ തല പൊട്ടിത്തെറിക്കും. ഇപ്പൊ തന്നെ ചോദ്യം ചെയ്യണോ? ആ പുണ്ണിയുടെ കിടന്നുറങ്ങ്. ഞാൻ കിടക്കൂല. കുമാരി കിടന്നില്ല, ഞാൻ കിടക്കുള്ളൂ. ഞാൻ തുണയിരുന്നോളാം. എനിക്ക് വേണ്ടി ആരും ത്യാഗമൊന്നും ചെയ്യണ്ട. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണ സ്വപ്നം കണ്ടിട്ട്? എന്തിനു അറിയണു? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മേ, അമ്മേ, ദേവികേച്ചി ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു അടുക്കളയിലോ അനക്കമില്ല. അതെന്താ? അവൾ അടുക്കള കിടന്ന് അത്രയ്ക്ക് ഭയങ്കര ബഹളായിരുന്ന? അതല്ലമ്മേ, എനിക്ക് ചേച്ചീനെ ശരിക്കും മിസ് ചെയ്യുന്നു. എനിക്ക് മിസ് ചെയ്യണമൊന്നുമില്ല. അവൾ അവളുടെ വീട്ടിലൊക്കെ പോയിട്ട് വരട്ടെടി. ചായ വേണോ? വേണ്ട മോളെ, ഞാൻ ഇപ്പൊ കുടിച്ചല്ലേ ഉള്ളൂ. അമ്മയ്ക്കല്ല, ഞാൻ കുമാരിച്ചോട് ചോദിച്ചതാ. ചേച്ചി ചായ വേണോ? ചേച്ചി തൊഴുത്തിലുണ്ട്. മോളെ കുമാരി, അവള് നിനക്ക് ചായ വേണോന്നാ ചോദിച്ചത്. വേണ്ടെന്ന് തോന്നണേ. തോന്നണെന്നോ? ചേച്ചിക്ക് എന്താ പറ്റിയേ? അമ്മേ, ഒരു കാറ് മേടിക്കാൻ എത്ര രൂപ വേണം? കാറ് മേടിക്കാൻ പോവാ? എത്ര രൂപ വേണം? ഒരു ചെറിയ കാറ് മേടിക്കാൻ 1.5 ലക്ഷം രൂപയാവും അല്ലേ ഷൈന? 1.5 ലക്ഷം രൂപയോ? അത് സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും. ഒരു നല്ല കാറ് വേണമെങ്കിലേ 5-6 ലക്ഷം രൂപയെങ്കിലോ. ഇനി അത് ലക്ഷറി കാറാണെങ്കിലോ കോടികളാവും.
എന്താ കാർ മേടിക്കാനുള്ള പരിപാടി ഉണ്ടാ? ചേച്ചി മേടിക്കുകയാണെങ്കിലേ ലക്ഷറി കാർ തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് ചേച്ചി അതിലൊരു വരവ് വരണം. ജീൻസും ടോപ്പും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലായിരിക്കും. എടി അപ്പൊ അപ്പുണ്ണിക്ക് വേണ്ടേ? അപ്പുണ്ണിയേട്ടനും വന്നോട്ടെ. അപ്പുണ്ണിയേട്ടനും പാന്റും ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും? അടിപൊളിയായിരിക്കൂലേ? പക്ഷെ ഉണ്ടല്ലോ അമ്മേ, അപ്പുണ്ണിയേട്ടൻ അതൊക്കെ ചേരും. ചേച്ചിക്ക് അതൊന്നും ചേരൂല. ചേച്ചിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ചേരുള്ളൂ. ഈ ജീൻസും ടോപ്പും ഒക്കെ മെലിഞ്ഞ നല്ല പെൺകുട്ടികൾക്കേ ചേരുള്ളൂ. അമ്മേ, നമുക്കേ നല്ല മെലിഞ്ഞ് സ്റ്റൈലായിട്ടൊരു കുട്ടിയെ കൊണ്ട് അപ്പുണ്ണിയെ കല്യാണം കഴിപ്പിച്ചാലോ? പോടി അവിടുന്ന്. എനിക്ക് എന്റെ കുമാരി മതി. അമ്മേ, ഓ, പണ്ട് അപ്പുണ്ണിയേട്ടൻ പെണ്ണ് കാണാൻ പോയില്ലേ? ആ അപ്പൊ കൊറേ പെണ്ണുങ്ങളെ കണ്ടില്ലേ? 3-4 കണ്ടുണ്ടാവും. അതില് നല്ല സ്റ്റൈലായിട്ട് പെണ്ണുങ്ങളുണ്ടായിരുന്നോ? സ്റ്റൈലായിട്ടെന്ന് പറഞ്ഞാ മോഡേൺ ഇംഗ്ലീഷ് ഒക്കെ പറയണേ. ഇംഗ്ലീഷ് പറയണത് ഒരു കുട്ടി ഉണ്ടായിരുന്നു ബാങ്കിൽ ജോലിയുള്ളത്. അയ്യോ, എന്തേ? എന്നിട്ട് അപ്പുണ്ണിയേട്ടന് ഇഷ്ടപ്പെട്ടോ? അതെന്താന്ന് വെച്ചാൽ അവള് നേരെ വന്നിട്ട് ചടപടാന്ന് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ അവനോട് പറഞ്ഞു. അവൻ വിചാരിച്ച് ഇവനെ ചീത്ത വിളിക്കാന്ന്. അങ്ങനെ അവൻ അവിടെ ഇരുന്ന് നിലവിളിച്ച്. പിന്നെ ഞങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരേ. അത് നടന്നില്ല, അവന് ഇഷ്ടായില്ല. എന്താടി? ആ പെണ്ണിപ്പോ എവിടെയുണ്ട്? എന്തിനാ ചേച്ചി, പകരം വീട്ടാനാണോ? ആർക്കറിയാം മോളെ, അതിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അല്ല ദുബായിലൊക്കെ ആയിരിക്കും. വേറെ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഏയ്, വേറെ ആരും ഉണ്ടായിട്ടില്ല. ജീൻസ് ഒക്കെ ഇടണേ. ജീൻസിന്റെ കുട്ടികളൊന്നും നമ്മൾ കണ്ടിട്ട് തന്നെ ഇല്ല. എന്റെ ഓർമ്മയിലില്ല കേട്ടാ. ഇല്ല. കുമാരിച്ചി, എന്താ അപ്പുണ്ണിയെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാനാ? കൂടിയായിരുന്നു. ഇനി വേറെ കല്യാണത്തിന്റെ കുറവുള്ളൂ. ഇവിടെ മനുഷ്യനൊരു മനസ്സമാധാനം ഇല്ലാതിരിക്കുക. കാറും പെണ്ണും ലോട്ടറി. വെളുത്ത പെണ്ണ് മനസ്സിലാരാണ് നിന്റെ മനസ്സിലാരാണ് വെളുക്കുവോളം കണ്ടു. ഇതെപ്പോഴാന്നേ? ഇതെന്താ ഇങ്ങനെ നോക്കണേ? ഇഷ്ടണ്ടായിട്ടു. എന്താ പറ്റിയേ? ഞാൻ പേടിച്ചു, യക്ഷിട്ട് വന്ന് നിൽക്കണേ ചോദിച്ചു. എന്നെ കാണുമ്പോ ഇപ്പൊ യക്ഷി മറുതൊക്കെ ആയിട്ട് തോന്നും. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണേ? എന്താ പറ്റിയേ? എന്ത് പറ്റാൻ? ഇങ്ങനെയല്ലല്ലോ കുമാരി സാറിനെ. സാധാരണ പോലെ ഒന്നും അല്ലല്ലോ. എന്താ കാര്യം എന്ന് വെച്ചാ പറഞ്ഞ നീ. അപ്പുണ്ണിയുടെ കാർ ഓടിക്കോ? കാറോ? എന്താ കാറെന്ന് കേട്ടിട്ടില്ലേ? കാർന്ന് കേട്ടിട്ടുണ്ട്. കാർ ഓടിക്കാൻ എനിക്ക് അറിയില്ല. എനിക്ക് സൈക്കിൾ മാത്രമേ അറിയുള്ളൂ, ബൈക്കോലും അറിയില്ല. ഉറപ്പല്ലേ? നിനക്കറിയാലോ അതൊക്കെ. പിന്നെന്താ പറയാ ഏനാന്ത ചോദ്യം? എനിക്ക് ചോദിക്കാൻ തോന്നുമ്പോ ഞാൻ ചോദിക്കും. എന്താ ഇഷ്ടപ്പെടുന്നില്ലേ ഇപ്പൊ? ഇതെന്താ ഇങ്ങനെയൊക്കെ പെരുമാറണേ? ആ പുണ്ണിയുടെ ലോട്ടറി എടുക്കാറുണ്ടോ? ലോട്ടറിയാ? ഏത് ലോട്ടറി? ഏതെങ്കിലും ലോട്ടറി എടുത്തിട്ടുണ്ടോ? ലോട്ടറി എടുക്കണ സ്വഭാവം എനിക്കില്ലാന്നാ കുമാരിക്ക് അറിയാലോ. പിന്നെന്താ? സത്യം പറ, വിഷു ബമ്പർ എടുത്തില്ലേ ഇപ്പൊ? വിഷു ബമ്പറിന് 500 രൂപ. ആരോ 500 രൂപ കൊടുത്ത് ലോട്ടറി എടുക്കണേ? 500 രൂപ ഉണ്ടേ 10 പിണ്ണാക്ക് മേടിക്കോടെ. ഇംഗ്ലീഷ് അറിയോ? ഇംഗ്ലീഷാ? എനിക്കാ 9ാം ക്ലാസ് വരെ പഠിച്ച എനിക്കെന്താ ഇംഗ്ലീഷാ കുമാരി? ഒന്നും അറിയില്ലേ? ABCD അറിയും, കൂട്ടി വായിക്കാനൊന്നും അറിയില്ല. ഒന്നും പറയാനറിയില്ലേ? ഇതെന്താ ഇങ്ങനെയൊക്കെ? എന്തിനാ അങ്ങനെ ദേഷ്യം പിടിക്കണം നീ? എനിക്ക് തോന്നിയിട്ട്. ഇങ്ങനെ ഒരു തോന്നലോ ഇതിന് മുമ്പ് ഉണ്ടായില്ലല്ലോ. സോഫിയല്ല അവിടെ ഇരിക്കണേ പൂമൂത്ത്. സോഫിയല്ല, സോഫി. അതാരാ? അങ്ങനെ ഒരു പേരിൽ ആരെങ്കിലും അറിയാമോ? എനിക്കറിയില്ല. സോഫിയോ? സോഫി എന്റെ കൂടെ 9ാം ക്ലാസ് പഠിച്ച സോഫി. നല്ല ചന്തള്ള മാലാക വെള്ള പെൺകുട്ടിയായിരുന്നു. എന്നിട്ട് അവളിപ്പോ എവിടെ? അവള് സ്വർഗത്തിലാ. സ്വർഗത്തിലോ? അവള് ആത്മഹത്യ ചെയ്തു. എന്തിന്? അവള് 9ാം ക്ലാസ് തോറ്റപ്പം അവൾക്ക് ഭയങ്കര വിഷമം, എന്നിട്ട് ആത്മഹത്യ ചെയ്തു. ഭയങ്കര സങ്കടമായി പോയി. ഓർമ്മപ്പെടുത്തി സോഫിനെ. എന്താ ഇതൊക്കെ ചോദിക്കാൻ കാരണം? എന്റെ മനസ്സിലുള്ളത് ആരുടെ മുഖത്ത് നോക്കി ചോദിക്കാനും എനിക്ക് നല്ല ധൈര്യമുണ്ട് കേട്ടോ. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണ? ഞാൻ നിന്റെ ഭർത്താവല്ലേ? ആ വിചാരം എപ്പോഴും വേണം. എന്തെന്ന്? കുമാരിയാണ് നിങ്ങളുടെ ഭാര്യയെന്ന് കേട്ടോ. അല്ലാതെ തോന്നിയാസം എന്തെങ്കിലും ഒപ്പിക്കാനാണ് പരിപാടിയെങ്കിൽ ഈ കുമാരി ആരാന്ന് നിങ്ങൾ അറിയൂ. കുമാരി നിനക്കെന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റാതിരിക്കാനാ ഞാനീ പറയണേ. അത് നീ ഇങ്ങനെ ദേഷ്യം പിടിക്കല്ലോ. നമ്മുടെ കുട്ടീന്റെ വയറ്റില് അത് ഓർമ്മയുണ്ടല്ലോ. ഞാനും കുട്ടി ഇവിടെ ഉണ്ടെന്ന് ഓർമ്മയുണ്ടല്ലോ. അത് എപ്പോഴും വേണം. അതുണ്ടല്ലോ.
എന്തിനാ പുണ്യത് നേരം വെളുക്കുമ്പോ തന്നെ വഴക്ക് തുടങ്ങിയ രണ്ടാളും. കുമാരയുടെ ശബ്ദം റോട്ടിലേക്ക് കേൾക്കാലോ. അമ്മവാ രാവിലെ തുടങ്ങിയിരിക്കണം എന്നോട് വഴക്കൂടാൻ. ഒരു കാര്യമില്ലാണ്ടേ കാർ ഓടിക്കാൻ അറിയോ, ഇംഗ്ലീഷ് പറയാൻ അറിയോ, ലോട്ടറി എടുക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഒക്കെ ഹൈടെക്കാണല്ലോ. എന്താ കുട്ടിയെ? ഒന്നുമില്ല, ഒരു കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്ത് കാര്യം? കാര്യമാണ് അമ്മാവാ, ഈ ഡിവോഴ്സില്ലേ അത് ഏത് സെക്ഷനിലാ വരാ? അത് സെക്ഷൻ 13B ആയിട്ടാ തോന്നുന്നുണ്ട്. അതെ അതെ അതെ. എന്തേ അപ്പൊ പറഞ്ഞത് കറക്റ്റാ? ഉത്തരം കറക്റ്റാണോ? ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞ എന്താണെന്ന് എന്നോട് ചോദിക്കണ്ട. എന്താ സംഗതി? എനിക്കറിയില്ല. എന്താ ഇപ്പൊ വൻ കാറ് മേടിക്കാത്ത കാരണം ഡിവോഴ്സ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്? അത് അമ്മാവ് വെറുതെ ചങ്കുകളുടെ വർത്താനം പറയണ്ട കേട്ടോ. അവളെ അല്ലെങ്കിൽ ഇതിനെ കലുണ്ടി നിൽക്കാണ്. എടാ ഇനി ഞാനല്ലല്ലോ, അവളല്ലേ പറഞ്ഞേ. അവളെ PSC എന്തെങ്കിലും സംശയം ചോദിച്ചായിരിക്കും. അമ്മ നോക്കാം. അങ്ങനെ തന്നെ ആവണം കേട്ടോ. അല്ലേ PSC സംശയം ചോദിച്ചല്ലേ? ബാധ കൂടി തന്നെ തോന്നാൻ ഇങ്ങനെ നോക്കാറില്ല. ഷാഹിന, ഷാഹിന, എന്താ ഭയങ്കര പാട്ടും ഡാൻസ് ഒക്കെ ആണല്ലോ. അത് വെറുതെ ദേവികേച്ചി ഒന്നും ഇല്ലല്ലോ അമ്മേ, അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഓ ദേവേച്ചി ഉണ്ടായിരുന്നെങ്കിലോ? അമ്മയുടെ 2 കുറ്റെങ്കിലും പറഞ്ഞിരിക്കായിരുന്നു. അതെ, കുമാരി അവിടെ? അത് പറഞ്ഞപ്പോഴാ കുമാരിയേച്ചി രാവിലെ തൊട്ട് മിസ്സിങ്ങാ. മിസ്സിങ്ങോ? എന്നുവെച്ചാ കാണാനില്ലാന്നാ? അയ്യോ, ആ മിസ്സിങ് അല്ല, ചേച്ചിയുടെ മനസ്സ് മിസ്സിങ്ങാന്ന്. മനസ്സ് മിസ്സിങ്ങാ? അതിപ്പോ എന്ത് പറ്റി? അങ്ങനെ ചോദിച്ചാ എനിക്ക് തോന്നേ എന്തൊക്കെയോ കൊറേ ആലോചിച്ചു കൂട്ടുന്നാന്ന്. അതെന്താ പറ്റിയടി? ഇന്നലെ രാത്രി കിടക്കാൻ പോയപ്പോൾ അവള് ചിരിച്ചു കളിച്ച് ഉല്ലസിച്ചു പോയതാണല്ലോ. പിന്നെ ഇപ്പൊ ഇന്ന് രാവിലേക്ക് എന്താ ഉണ്ടായത്? അതെന്താ പറ്റിയെന്ന് അറിഞ്ഞൂടമ്മേ. ചേച്ചി ഭയങ്കര മൂഡ് ഓഫാ. പക്ഷെ ആണല്ലേ? അതിപ്പോ ചില പെണ്ണുങ്ങൾക്ക് ഗർഭിണികളായിരിക്കുന്ന സമയത്ത് ഭയങ്കര മൂഡ് ഓഫ് ഉണ്ടാവും. ചിലപ്പോൾ അതായിരിക്കും കേട്ടോ അവൾക്ക്. ഞാൻ അനന്തനെ ഗർഭിണിയായിരുന്നപ്പോഴേ ഇതുപോലെ തന്നെയായിരുന്നു. ഓരോ നേരത്തെ ഓരോ മൂഡായിരുന്നു. അത് അനന്തന്റെ ഗർഭിണിയായിരിക്കുമ്പോ മാത്രല്ലല്ലോ, ഇപ്പോഴും അമ്മയ്ക്ക് ഓരോ സമയത്ത് ഓരോ മൂടാ. ഓടി അതല്ല അമ്മേ, എന്തായാലും ചേച്ചിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാനൊന്നു ചെന്ന് ചോദിച്ചിട്ട് വരാം. അമ്മ ഇവിടെ ഇരുന്നേ. എന്തേ? അമ്മ പോയി ചോദിക്കണ്ട. അമ്മ പോയി ചോദിച്ചാലേ ആരും സത്യം പറയത്തൊന്നുമില്ല. എന്താ ഞാൻ ചോദിച്ച സത്യം പറഞ്ഞാല്? അമ്മ ചോദിക്കുന്നത് ഒരുമാതിരി പോലീസുകാർ കള്ളന്മാരോട് ചോദ്യം ചെയ്യുന്ന പോലെയാ. അമ്മയ്ക്ക് അതിനുള്ള ഒരു നാക്കില്ല. നിനക്കുണ്ടോ നാക്ക്? എനിക്കുണ്ട് നാക്ക്. എന്നാ നീ പോയി ചോദിക്ക്. ഞാൻ പോയി ചോദിച്ചോളാം. ഞാനും കൂടി വരാടി. അമ്മ വരണ്ടാന്നേ. അമ്മയെ കണ്ടാലേ ചിലപ്പോ സത്യം തുറന്നു പറഞ്ഞൊന്നും വരത്തില്ല. എന്നാ നീ ചെന്ന് ചോദിക്കും. ഞാൻ ചോദിച്ചോളാം. ഇപ്പൊ തന്നെ ചോദിക്കും. ഞാൻ ചോദിക്കാം. അമ്മേ, ഞാൻ വരുന്നോടം വരെ ഒരു കാര്യം ചെയ്യും. ഇത് വെച്ചോ. ഇതും കേട്ട് ഇവിടെ ഇരുന്നോണേ. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. കുമാരിയേച്ചി, കുമാരിയേച്ചി എവിടെ പോയി? എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ചേച്ചി
ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നേ? സമാധാനം കിട്ടാൻ. എന്താ വീട്ടിലെ സമാധാനം ഇല്ലേ? അവിടെ ഇവിടെയൊക്കെ ഇപ്പൊ കണക്കാ. എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? നിനക്കതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. ഓ, പറഞ്ഞാ മനസ്സിലാകാതിരിക്കാൻ ഞാൻ കുഞ്ഞു കുട്ടിയല്ലേ? പറ ചേച്ചി കാര്യം. അതെന്താന്നറിയോ? എന്താ? ഒന്നുമില്ല ചേച്ചി പറ. അതെങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല. പറഞ്ഞാ നീ ആരോടെങ്കിലും പറയോ? ഞാൻ അങ്ങനെ ആരോടെങ്കിലൊക്കെ പറയോ? ഇല്ല, അതാണേ. ചേച്ചി കളിക്കാതെ കാര്യം പറ. പറയട്ടെ. ഞാനേ ഒരു സ്വപ്നം കണ്ടു. അതിനാണ് ഇവിടെ വന്നിരിക്കുന്നേ? ചെറിയ സ്വപ്നമൊന്നും അല്ല. പിന്നെ എന്റെ അപ്പുണ്ണിയേട്ടനില്ലേ, ആ അപ്പുണ്ണിയേട്ടന് കൊറേ പൈസ ലോട്ടറി അടിച്ചു. നല്ല കാര്യല്ലേ? അത് നല്ല കാര്യാ. എന്നിട്ടേ നല്ല രസമുള്ള ഒരു കാറില് ഇങ്ങനെ വരിക, കൂടെ വേറെ ഒരു പുതിയ ഭാര്യ. പുതിയ ഭാര്യയോ? ആ, സുന്ദരിയ? സുന്ദരിയാണോ എന്നൊക്കെ ചോദിച്ചാ കുറച്ചിങ്ങനെ വെളുത്തിട്ടൊക്കെ ഒരു ഇളക്കക്കാരി. അതന്നെ. അപ്പൊ കുമാരേച്ചക്കാരിലെ സുന്ദരി ആയിരിക്കും അല്ലേ? അല്ലെക്ക് പറയാലോ പുണ്യേണ്ണ അങ്ങനെയൊന്നും ചെയ്യൂലെന്ന്. പിന്നെ ഞാൻ എന്തിനാ അങ്ങനത്തെ കുരുത്തം കെട്ട സ്വപ്നം കണ്ടേന്നാ. ചേച്ചി ഈ സ്വപ്നമൊന്നേ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയണ്ട. ഈ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യത്തിലേക്കുള്ള സൂചനയാ. നീ എന്താ പറയണേ? ആ പുണ്യേട്ടൻ വേറെ കല്യാണം കഴിക്കുന്നോ? ആ പുണ്യേട്ടന് വേറെ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യരുടെ കാര്യ. സ്വഭാവം എപ്പോഴാ മാറുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ പുണ്യേട്ടന് കല്യാണം കഴിക്കാൻ തോന്നിയാലോ? അങ്ങനെയൊക്കെ വരൂ? ചേച്ചി ഗർഭിണിയല്ലേ? ഈ സ്വപ്നം എപ്പോഴാ കണ്ടേ? ഇതൊരു വെളുപ്പിനൊക്കെ. പോയി ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ? ചേച്ചി പണ്ട് തൊട്ട് കേട്ടിട്ടില്ലേ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാ? ഞാൻ കേട്ടിട്ടില്ല. ചേച്ചി എൻ്റെ ഉമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്, ഗർഭിണികളെ വെളുപ്പാങ്കാലത്ത് സ്വപ്നം കണ്ട അതങ്ങനെ നടക്കുമെന്ന്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുവോ? സംഭവിച്ചു കൂടാഴികയൊന്നുമില്ല. കുറച്ചധികം പൈസ കിട്ടിയാലേ ആരുടെ സ്വഭാവമാ ചേച്ചി മാറാത്തെ? ഇപ്പൊ എൻ്റെ അമ്പിളിക്ക് തന്നെ ഇന്നാളിലെ കുറച്ച് കുടിശ്ശികയുടെ പൈസ കയ്യിൽ കിട്ടി. എന്തൊരു ഡിമാൻഡായിരുന്നോ, എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. അപ്പൊ പിന്നെ കോടിക്കണക്കിന് പൈസ കിട്ടിയാലുള്ള കാര്യം പറയാനുണ്ടോ? അല്ലേ ചേച്ചി, എത്ര രൂപ ലോട്ടറി അടിച്ചെന്നാ സ്വപ്നം കണ്ടേ? അപ്പൊ കോടിയാ. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചേച്ചി ഇനിയിപ്പോ ഇതൊന്നും ഓർത്ത് വിഷമിക്കാൻ നിൽക്കണ്ട. എന്ത് സംഭവിച്ചാലും അത് നേരിടാനുള്ള ധൈര്യം അങ്ങോട്ട് സംഭരിക്കുക. ഞാൻ ഉണ്ട് കൂടെ കേട്ടോ. വിഷമിക്കൊന്നും വേണ്ട. വന്നില്ല ഇതുവരെ. അങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കാം. എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ വായുമ്പൊളിച്ച് നിന്നോളൂ. ഇന്ന് ഈ പോക്ക് ഞാൻ നിർത്തും. ഇപ്പൊ പോയിട്ട് വരില്ലേ? വരാതൊന്നും ഇരിക്കൂല. നശിച്ച സ്വപ്നം കണ്ടിട്ട് നല്ല കാര്യം ഉണ്ടായിരുന്നു. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം ദുഃഖഭാരം. പാട്ട് പാടിയതാ? എന്ത് പാട്ട്? സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം. സ്വപ്നം എന്നുള്ളൊരു വാക്കിനെ ഇവിടെ കേട്ടുപോയത്. അതെന്താ? വേണ്ട തന്നെ. അത് സ്വപ്നം വെച്ചിട്ട് ഒരുപാട് പാട്ടുണ്ട്. കുത്തിച്ചിട്ട് ഞാൻ എന്താ പാട്ട് പാടി? ഞാൻ എപ്പോഴും പാട്ട് പാടാറുണ്ടല്ലോ ഇവിടെ. ഇത്ര നേരം എവിടെയായിരുന്നു? കവലയില്. കവലയിൽ എന്തായിരുന്നു? കവലയിൽ ആണുങ്ങൾ പോയാലേ ആണുങ്ങൾക്ക് പല കാര്യങ്ങളും. എന്താ നീ അറിയണ എന്തിനാ? എന്നോട് പറഞ്ഞിട്ട് പോവാന്ന കാര്യത്തിന് പോയാ മതി. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ
കുമാരി. ആ ഇനിയിപ്പൊ ഇങ്ങനെ ആയാലേ പറ്റുള്ളൂ. ആ ഞാൻ കവലെ പോയപ്പം നിനക്ക് ഇത്തിരി പലഹാരം മേടിക്കാൻ വേണ്ടിട്ട് കേറി. അതന്നെ. അതിന് ഇത്ര സമയം വേണോ? ഞാൻ അവിടെ നോക്കിയിരിക്കാന്ന് അറിയില്ലേ? എന്തിനാ നോക്കിയിരിക്കണം? ഞാൻ അങ്ങോട്ട് വരില്ലേ? അതെന്നെ ചോദിച്ചാ വരാൻ എന്തത്ര വൈകല്? അത്ര വൈകിട്ടൊന്നുമില്ല. ഇല്ല, ഇനി എവിടെയെങ്കിലും പോയിട്ട് വൈകി വന്നിട്ടുണ്ടെങ്കിൽ അറിയാം. എന്താ നിനക്ക് പറ്റിയേ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പോണ കാര്യം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാലെന്താ? ഞാൻ അവിടെ നോക്കിയിരിക്കല്ലേ? എപ്പോഴും ഈ പറമ്പിലും ഈ വീട്ടിൽ തന്നെ. ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് സൊസൈറ്റിയിലും കാവലിലും പോണുള്ളൂ. ആ ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നലുണ്ട്, എവിടെയെങ്കിലും ഒക്കെ പോണെന്നേ. ഞാനെന്താ വൈകിയെന്നറിയോ? എന്താ? കുമാരി എപ്പോഴും പറയാറില്ലേ കറുത്ത ഹലുവ ആണെന്ന്? ആ മേടിക്കാൻ വേണ്ടി കയറി. അപ്പൊ ആ കടയിൽ കയറിയപ്പം അവര് പറഞ്ഞു 10 മിനിറ്റ് കാത്തുന്ന ഫ്രഷ് ആയിട്ടുള്ള കറുത്ത ഹലുവ വരാറുണ്ട്. അപ്പൊ 10 മിനിറ്റ് കാത്തു. ഇതാ കറുത്തൽവേ? ആ എള്ളക്കെട്ടത്. എള്ളിട്ടതാ? ആ കണ്ടോ, കണക്കൊക്കെ മാറി. ഇത്രയേ ഉള്ളൂ കുമാരി. നല്ല മണുണ്ട്. ഇത് നമുക്ക് ഇനിയിപ്പൊ കഴിക്കണ്ട കേട്ടോ, രാവിലെ കഴിക്കാം. ഞാനൊന്ന് പോയിട്ട് കുളിക്കട്ടെ കേട്ടോ. വേഗം കുളിച്ചിട്ട് ആ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിരിക്ക. ഇത് നനയ്ക്കാനുള്ളതാ? അത് കഴുകാനുള്ള. കഴുകാനുള്ള അതിന്റെ പോക്കറ്റിൽ നിന്നുള്ളതൊക്കെ എടുത്ത് മാറ്റണ്ടേ പുണ്യേട്ടാ? അതൊക്കെ നിന്റെ ചുമതലല്ലേ, ഞാനാണോ മാറ്റണ്ടേ? ഇനി അതിന്റെ അകത്ത് കാശ് എടുക്കണ്ടോ നീ? ഞാൻ എടുക്കും. എന്തേ ഇതെന്താ? അത് ലോട്ടറി ടിക്കറ്റ്. എന്തെന്ന്? ലോട്ടറി ടിക്കറ്റേ. അപ്പൊ ലോട്ടറി എടുക്കാറില്ലാന്നല്ലേ എന്നോട് പറഞ്ഞേ? പിന്നെ ഇതെവിടുന്നാ വന്നേ? അതോ, അതെന്തറിയോ? അത് ഞാൻ നിനക്ക് ഹലുവ വാങ്ങാൻ വേണ്ടി ആ കടയിൽ കയറിയപ്പോഴേ ഹലുവ വാങ്ങിച്ച് ഇറങ്ങുമ്പോണ്ട് ആ പീടിയുടെ മുന്നിൽ ഒരു തള്ള, നല്ല പ്രായമുണ്ട്. അവർ മോനെ ഒരു ടിക്കറ്റ് എടുക്കടാ മോനെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സങ്കടം തോന്നി അവരുടെ മോൻ കണ്ടപ്പോഴേ. ഒരു ടിക്കറ്റ് എടുത്ത് അവർക്ക് 5 ഉറുപ്പിക കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവന് 50 രൂപ എടുത്ത ടിക്കറ്റ് കൊണ്ട് വാങ്ങി. ആദ്യമായിട്ടാ ഞാനൊരു ലോട്ടറി ടിക്കറ്റ് വാങ്ങണേ. ആണോ? എന്നിട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞില്ലല്ലോ ലോട്ടറി എടുത്ത കാര്യമൊന്നും. ഇതിപ്പോ ഞാൻ കണ്ടുപിടിച്ചോണ്ടല്ലേ അറിഞ്ഞത്.